Hope you are doing good and great. Welcome to my channel or welcome back to my channel. എന്നാൽ പിന്നെ കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വരാമല്ലേ. അങ്ങനെ രാവിലത്തെ 9 മണിൻ്റെ ട്രെയിനാണ് ഞങ്ങൾ പോകുന്നത്. ബസ് കാത്തുനിന്ന് ബസ് വരണ്ടേ, അങ്ങനെ പിന്നെ ഒരു ഓട്ടോ കിട്ടിയപ്പോൾ അത് മൂലയ്ക്ക് വരെയുള്ളൂ എന്ന് പറഞ്ഞു, താന്നൂര് മൂലയ്ക്ക് വരെയുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ട്രെയിൻ 9 മണിക്കാണ്, ഒന്നും ഉണ്ടാക്കി തന്നാലേ പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു അതിനെന്തെങ്കിലും ആക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാക്കി തന്നു. അങ്ങനെ താനൂർ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് ഒരു 2-3 ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ട്രെയിനിൽ കയറിയിട്ട് എടുക്കാനും കഴിഞ്ഞിട്ടില്ല, കാരണം ട്രെയിനിൽ കാല് കുത്താൻ പോലും സ്ഥലമില്ല, അത്രക്കും ആൾക്കാരായിരുന്നു. പിന്നെ കോഴിക്കോട് എത്തി, അവിടെ നിന്നാണ് പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. കാര്യമായിട്ട് കോഴിക്കോട് പോണത് അവിടെ ഒരു നേർച്ചയുണ്ട്, അപ്പാണിയും എന്നറിയും, അവിടേക്കാണ് ഞങ്ങൾ പോണത്. അവിടെ നേർച്ചയാക്കലെന്ന് പറഞ്ഞാൽ അപ്പങ്ങളാണ്, ഇതൊക്കെ പലതരം അപ്പങ്ങളാണ്. പിന്നെ നമ്മൾ എന്തൊരു അസുഖത്തിന് വേണ്ടി അവിടേക്ക് നേർച്ചയാക്കിയാൽ അത് ഫലിക്കും. നമ്മൾ അസുഖമൊക്കെ എങ്ങനെ മാറണതെന്ന് പോലും അറിയില്ല നമുക്ക്. പിന്നെ അതുപോലെ അവിടെ നേർച്ചയാക്കണതാണ് ചേന, വെള്ളരി, തെങ്ങ്, അതൊക്കെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ SM-ക്ക്, അവിടെ അടുത്ത് തന്നെയാണ് SM. അപ്പോൾ പിന്നെ അവിടെ കയറാതെ പോണത് മോശമില്ലേ എന്ന് വിചാരിച്ചാണ് അവിടെ കയറി ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണിലൊരു ബാഗാണ് കണ്ടത്. എൻ്റെ പൊന്നോ എന്ത് ഭംഗിയാണ് കാണാനേ അറിയോ. പക്ഷേ ആ ബാഗിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതാണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്കും കാണാമായിരുന്നു. എനിക്ക് കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എന്തിനാണ് അവനെ വാങ്ങാതെ പോന്നു. പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടൊക്കെ നടന്നപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. SM-ൻ്റെ മെയിൻ പ്രശ്നം ഒരാൾ അപ്പുറത്തുനിന്ന് വിളിക്കും, ഒരാൾ ഇപ്പുറത്തുനിന്ന് വിളിക്കും, ഏത് കടിക്കൊക്കെ കയറേണ്ടത് നമുക്ക് തന്നെ കൺഫ്യൂഷനും. പിന്നെ 5 രൂപ മുതൽ 50 രൂപ വരെയുള്ളൊരു ഷോപ്പുണ്ട്, അവിടെ കയറി. അവിടുന്ന് ഞാനൊന്നും വാങ്ങിയിട്ടില്ല, അവിടെ അങ്ങനെ കണ്ടപ്പോൾ കയറിയെന്ന് മാത്രം. എൻ്റെ ഒപ്പം വന്നവരൊക്കെ എന്തൊക്കെയോ വാങ്ങിയിരിക്കണം, ഞാൻ ആ ഒരു ബാഗ് മാത്രമേ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഞങ്ങളൊരു ഉച്ചക്കൊക്കെയാണ് അവിടെ എത്തിയത്. ഫുഡ് കഴിച്ചുകൊണ്ടാണ് SM-ക്ക് കയറിയത് തന്നെ, പക്ഷേ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ തിരിച്ച് നാട്ടിലുള്ള ട്രെയിന് 1:45 1:45 എത്തുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ 1:30 തന്നെ പോയി, പക്ഷേ 2:30 ട്രെയിൻ എത്തിയത്. ട്രെയിൻ എത്തിയപ്പോൾ കോഴിക്കോട് ഇറങ്ങാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ കയറാനും കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയത്. അങ്ങനെ പിന്നെ താനൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തന്നെ ഇറങ്ങി. ഇതവിടെ അലങ്കരിച്ച ക്രിസ്മസ് ട്രീ ആണ്, എങ്ങനെയുണ്ട്. പിന്നെ അവിടെയുള്ളൊരു കടയിൽ നിന്ന് ഒരു ലേമും ഞാനൊരു സമൂസയും കഴിച്ചു. അവിടുന്ന് ബസ്സും കയറി ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പഠിച്ചോനെ ഞാൻ ഗീവ് അവേൻ്റെ ആൾക്കാരെ ചൂസ് ചെയ്തിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ കമൻറ്റ് പിക്കർ വഴി ഞാൻ 3 ആൾക്കാരെ ചൂസ് ചെയ്തു. ഞാനല്ല ചൂസ് ചെയ്തത്, കമൻറ്റ് പിക്കറാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും ആരൊക്കെയാണെന്ന്. പിന്നെ ഇതിൻ്റെ ആൾക്കാരെ ഞാൻ പോസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കൊടുക്കുക. അപ്പോൾ എല്ലാവരും അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, എല്ലാവരും അല്ല, ഈ കിട്ടിയ 3 ആൾക്കാരും അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ പറയാനുള്ളത്, അവരെ ആ പ്രൊഫൈലും എനിക്ക് അയച്ചു തരണം, കാരണം വേറെ ആൾക്കാരെങ്കിലും പറ്റിക്കുകയാണെങ്കിലോ, അപ്പോൾ ഇതൊന്നും ശരിയല്ലല്ലോ. അപ്പോൾ മറക്കണ്ട, സ്ക്രീൻഷോട്ട് അടക്കം നിങ്ങൾ അയച്ചു തരണം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ID ഞാൻ കൊടുത്തോണ്ട്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ഫൈഹ ഫാത്തിമ എന്നൊക്കെയാണ്, സെക്കൻഡ് പ്രൈസ് റിയ സഫീർ, തേർഡ് പ്രൈസ് സൈദലവി കുണ്ടൂർ. അപ്പോൾ ഈ 3 ആൾക്കാരും മറക്കണ്ട, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കൊറിയർ അയക്കുന്നതാണ്. ആരും സങ്കടപ്പെടേണ്ട, ഇനിയും ഗീവ് അവേ വെക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.